ഞാൻ ഫെബ്രുവരി 24 മണ്ണടി ഉച്ചപ്പള്ളിയായിരുന്നു. അന്ന് ഞാൻ വൈഫിൻ്റെ വീട്ടിലേക്ക്, അതിനകത്ത് എൻ്റെ വീട്ടിൽ നിന്നും വൈഫിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നെ ഓവർടേക്ക് ചെയ്തൊരു ബൈക്ക് പോകുന്നത് എൻ്റെ ശ്രദ്ധപ്പെട്ടു. ആ ബൈക്ക് നേരെ പോയി ഒരു ഓട്ടോയിൽ ഇടിക്കുന്നതാണ് കണ്ടത്. ഇടിച്ചൊരു യുവാവ് റോഡിലേക്ക് വീഴുന്ന കണ്ടു. അപ്പോൾ തന്നെ ഞാൻ വണ്ടി നിർത്തി പോയി അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ അദ്ദേഹം കാർഡിയക് അറസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് CPR കൊടുക്കേണ്ട സാഹചര്യമായിരുന്നു. ഞാനത് നൽകി. നോക്കിയപ്പോൾ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വുണ്ട് സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ഞാൻ അവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഏകദേശം 2 മിനിറ്റ് CPR നൽകിയ ശേഷമാണ് പേഷ്യൻ്റ് തിരിച്ച് നമുക്ക് റിവൈവ് ചെയ്യാൻ സാധിച്ചത്. പേഷ്യൻ്റ് ഇപ്പോൾ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തലച്ചോറിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ടെന്ന് കേട്ടു. ഫ്രാക്ചറിന് സർജറി ചെയ്തിട്ടുണ്ടാവുമെന്ന് ഇന്നലത്തെ വിശേഷം എനിക്കറിയില്ല. ഞാൻ CT റിപ്പോർട്ട്സ് ഒക്കെ വെയിറ്റിംഗ് ആണെന്ന് ഞാൻ കേട്ടിരുന്നു. അതെ, CPRനെ സംബന്ധിച്ചോളം നമുക്കറിയാം, നമ്മുടെ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന സാധ്യത എവിടെ വേണേലും, യാത്രയിലായാലും അല്ലെങ്കിൽ അല്ലാതുള്ള സിറ്റുവേഷൻസിലൊക്കെ, നമ്മുടെ ആശുപത്രികളിൽ എപ്പോഴും ഈ OPയിൽ നിൽക്കുന്നവരെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ചുറ്റും നമ്മൾ ഡോക്ടറായപ്പോലും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ CPR കൊടുക്കാൻ പരിചയസമ്പത്തുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ റിവൈവ് ചെയ്യാൻ സാധിക്കും. അടുക്കത്തില്ല, കാരണം അത് ജനത്തിന് ഭയമാണ്. അവരെ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇനി അവരുടെ വണ്ടി തട്ടിയതാണോ, അല്ലെങ്കിൽ അവർ കൊണ്ടു ചെല്ലുമ്പോൾ ഇനി ആശുപത്രിയിൽ കൂടുതൽ സമയം അതെ, അപ്പോൾ കണ്ടാലും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പക്ഷേ അവർക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ് കുറവ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അത് സൊസൈറ്റിയിൽ ശരിക്കും നമുക്ക് എല്ലാ ആൾക്കാരെയും ഈ CPR പരിശീലനം കൊടുക്കേണ്ട ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ KGMയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റാണ്. നമ്മൾ കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസും KGMയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും നാഷണൽ സർവീസ് സ്കീമിൽ ചേർന്നുകൊണ്ട് ഞങ്ങളൊരു സേവ് ലൈവ്സ് ഒരു വിദ്യാർത്ഥി ഒരു ജീവൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇപ്പം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ സാർ ഇപ്പോൾ ഇനാഗുറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആ പദ്ധതിയുടെ പ്രാധാന്യം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ CPR പരിശീലനം കൊല്ലം ജില്ലയിലെ കുട്ടികൾക്കെല്ലാം നൽകുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഈ കുട്ടികൾക്ക് മാത്രമല്ല, സൊസൈറ്റിയിലുള്ള എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്കും ഈ CPR പരിശീലനം നൽകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അറിയാവുന്നവർ പോലും മാറി നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ നിയമക്കുരുക്കുകളൊക്കെ പറ്റിയുള്ള ആശങ്കകളൊക്കെ ഒരു കൺസേൺ തന്നെയാണ്. കാരണം അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല. പക്ഷേ ഈ ഓട്ടത്തിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം, നാളെ ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ റോഡരികിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് അവ കിടക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും മുന്നിട്ടിറങ്ങി മുൻപോട്ട് വരുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ആ വീഡിയോ വിഷ്വൽ തന്നെ പരിശോധിച്ച് നോക്കൂ. ആ വിഷ്വലിൽ അദ്ദേഹം കിടക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിന് പൾസില്ല, റെസ്പിറേഷൻ ഇല്ല. അതേ രൂപത്തിലാണ് കിടക്കുന്നത്. നമ്മളെല്ലാവരും ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥയിലായിരിക്കത്തില്ലേ. അപ്പം അത് പരിചയമുള്ള ഒരാൾ, ഈ CPR നൽകാൻ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അടുത്തുണ്ടെങ്കിൽ ഒരു പരിധി വരെ തീർച്ചയായും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്നല്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് രക്ഷിക്കാനും അതുപോലെ ഈ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോൾ കാണുന്നത് കിട്ടുന്ന വണ്ടിയിൽ, അടുത്ത വണ്ടിയിൽ ആൾക്കാരുടെ ഒരുപക്ഷെ ഓട്ടോയാണെങ്കിൽ അതിനകത്ത് ചുരുട്ടി കയറ്റിയാണ് വിടുന്നത്. അത് ഏറ്റവും ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്. കാരണം ചിലപ്പം ഇയാൾക്ക് നട്ടലിന് ക്ഷതം പറ്റി കിടക്കുന്ന വ്യക്തിയായിരിക്കാം. നമ്മൾ ഈ എടുക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ അരയ്ക്ക് താവറത്തോട്ടോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ താവറമൊക്കെയുള്ള തളർന്നു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അതും എല്ലാം ഈ ആൾക്കാരെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് നമ്മൾ പൊതുസമൂഹം ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അത് അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാ തരത്തിലും, ഭരണതലത്തിലും അതുപോലെ നമ്മുടെ മറ്റുള്ള ആൾക്കാരെല്ലാ സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിന് നല്ല ഒരു CPR പരിശീലനം, അതിൻ്റെ അവയർനെസ് ഉൾപ്പെടെ നൽകേണ്ട ബാധ്യതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അല്ല, ഇപ്പൊ കാല് വയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ നമ്മളോട് കാല് വയ്യാന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ചോളം എന്റെ മനസ്സിൽ ആ തോട്ട് വരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചോളം എന്റെ നോർമലാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ബേസിക്കലി ഡോക്ടറാണ്, ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ താഴെ വീണ് കിടക്കുന്ന കാണുമ്പോൾ നാച്ചുറലി നമുക്ക് അയാളെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി.
അറിഞ്ഞപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷം. കാരണം ഒരു ജീവിതം ഒരു വ്യക്തി അയാളുടെ 43 വയസ്സൊക്കെ പറഞ്ഞാൽ അയാൾ ഏകദേശം ഒന്ന് സ്റ്റേബിളായി വരുന്ന ഒരു ടൈം ആയിരിക്കാം. ഒരു കുടുംബത്തിൻ്റെ അത്താണി ആ സമയത്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു വലിയ തളർച്ച ബാധിച്ച് വീട്ടിൽ കിടക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ചും ഗൃഹനാഥനൂടെ ആവുമ്പം നമുക്ക് ഊഹിക്കാമല്ലോ അതിൻ്റെ ഗ്രാവിറ്റി എത്രമാത്രമാണെന്ന്. വളരെ സന്തോഷം. ഉറപ്പായിട്ടും പോയി കാണും. ഞാൻ അവരെ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഡിസ്ചാർജായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി കാണും.